ആലപ്പുഴ ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. KSFE പട്ടണക്കാട് ശാഖാ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. സ്കൂളിലെ രക്ഷിതാക്കൾ, അധ്യാപകർ, താൽക്കാലിക ജീവനക്കാർ എന്നിവരുടെ പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി 75 ലക്ഷത്തോളം രൂപ KSFE ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രധാന അധ്യാപിക NR സീത തട്ടിയെടുത്തുവെന്ന ഗുരുതര പരാതിയിന്മേലാണ് പോലീസും വിവിധ വകുപ്പുകളും അന്വേഷണം ആരംഭിച്ചത്. സ്കൂളിലെ 2 താൽക്കാലിക ജീവനക്കാരുടെ പേരിലെന്ന പോലെ തയ്യാറാക്കിയ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളുടെ കൺഫർമേഷനായി KSFE ജീവനക്കാർ സ്കൂളിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം അറിയുന്നത്. അധ്യാപകർ എന്ന പേരിൽ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ പേരും മേൽവിലാസവും സ്കൂളിലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളുടേതായിരുന്നു. KSFEയുടെ 11ഓളം ശാഖകളിൽ നിന്ന് വായ്പയെടുത്തതായാണ് കണ്ടെത്തൽ. ആർത്തുങ്കൽ, ചേർത്തല, പട്ടണക്കാട്, മുഹമ്മ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് സീത. അവരാണ് ഈ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അത് വെച്ച് ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോൾ KSFEയിൽ നിന്ന് മാത്രം 65 ലക്ഷം, മറ്റ് സഹകരണ ബാങ്കുകളുടെ കണക്ക് പുറത്തു വന്നിട്ടില്ല, മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ കൃത്രിമങ്ങൾക്ക്, ഈ ക്രിമിനൽ കുറ്റത്തിന് കാരണക്കാരിയായ അവർ ഇപ്പോഴും സർവീസിലിരിക്കുകയാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് തന്നെ തുടർ നടപടിയിലേക്കാണ് സർക്കാർ പോകേണ്ടത്. പക്ഷേ സർക്കാർ ബോധപൂർവം ഇത് വഴിതിരിച്ചു വിടാനും ഇവരെ സംരക്ഷിക്കാനുമുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. എന്ന് മാത്രമല്ല, ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ട് ബോർഡ് അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSTAയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള നേതാവാണ് ആരോപണ വിധേയയായ NR സീത. വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ കൂടാതെ സ്കൂളിലെ അധ്യാപകരുടെ സാലറി സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് വ്യാപകമായി വായ്പ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പാൽ വിതരണത്തിനായി അനുവദിച്ച 2 ലക്ഷത്തോളം രൂപയിൽ തിരിമറി നടന്നെന്ന് PTA ആരോപിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിൽ പണം വിനിയോഗിച്ചതിൽ ഉൾപ്പെടെ സംശയകരമായ സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചേർത്തല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വായ്പയെടുത്ത സംഭവത്തിൽ KSFEയുടെ പരാതിയിൽ ഇപ്പോൾ നിരപരാധികളായ രക്ഷിതാക്കൾ പ്രതി ചേർക്കപ്പെട്ടതോടെ അധ്യാപികയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. News 18 ആലപ്പുഴ.